ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും ചാരുമൂടി ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 4 പേരുടേതാണ്. 4-ൽ 3 പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനും ഒരാൾക്ക് റൂട്ട് ടച്ച് വിത്ത് കെരാറ്റിനുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ കേൾസുള്ള ഹെയറാണ്. ഹെയർ കളറൊക്കെ ചെയ്ത് ഹെയർ നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയറാണ്. അപ്പോൾ നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ നേരത്തെ എൻ്റെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തതാണ്. അന്ന് ആ കുട്ടിയുടെ ഹെയർ തീരെ ഹെയറില്ല, ലെങ്തേ ഇല്ല ഹെയറിന്. അപ്പോൾ ഞാൻ കൂടി വന്നാൽ ഒരു 2-3 ഇഞ്ച് ലെങ്തേ ഉള്ളൂ ഫുള്ള് ഓരോ ഭാഗത്തും വരുന്ന ഹെയർ. അത്രയ്ക്കും ഷോർട്ടായിട്ടുള്ള ഹെയർ ആയിരുന്നു. അപ്പം തലയിലൊക്കെ ഹെയർ നന്നായിട്ട് കൊഴിഞ്ഞിട്ട് സ്കാൽപ്പ് കൂടുതലും കാണാം, അങ്ങനെയുള്ളതായിരുന്നു. ക്രൗൺ ഏരിയയിലൊക്കെ സ്കാൽപ്പ് നന്നായിട്ട് ബാക്ക് സൈഡിലും ഈ സൈഡിലെല്ലാം നന്നായിട്ട് ഹെയർ മൊത്തം കൊഴിഞ്ഞിട്ട് പൊടി ഹെയർ ആയിരുന്നു അന്ന് കിളിർത്ത് നിന്നത്. നമ്മൾ ആ ഹെയറിലാണ് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ ആ കുട്ടിയുടെ ഹെയർ തല നിറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയറാണ് കിളിച്ച് വന്നിട്ടിരിക്കുന്നത്. അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം ചുരുണ്ടതങ്ങ് ഇരിക്കുമായിരുന്നു ഹെയർ. കിളിർത്ത് വരുന്ന താഴോട്ട് വരാതെ അങ്ങ് ചുരുണ്ട് ഇരിക്കുമായിരുന്നു. കാരണം ആരോഗ്യമുള്ള ഹെയറായിട്ടാണ് നമുക്ക് പിന്നെ കിട്ടിയിട്ടുള്ള ഹെയർ. അത് നമ്മളിപ്പോൾ 6 മാസമായപ്പോൾ റൂട്ട് ടച്ച് ചെയ്തിട്ട് അന്ന് നിന്നിരുന്ന ഹെയറെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഈ കിളിർത്ത് വന്ന ഹെയറാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അഴിച്ചിട്ടുകൊണ്ട് അടയ്ക്കുകയും കെട്ടിയും വെക്കാം. അതുപോലെ 6 മാസമൊക്കെ ആകുമ്പോൾ ഇനിയൊന്ന് റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ലെങ്തും നല്ല തിക്കായിട്ടുള്ള ഈ രീതിയിൽ തന്നെ ഹെയർ നമുക്ക് കിട്ടും. ആ കുട്ടിക്ക് ബാക്ക് സൈഡിലായിരുന്നു കൂടുതൽ ഡാൻഡ്രഫ്. അതുകൊണ്ടാണ് ബാക്ക് സൈഡിൽ നിന്നുള്ള അതിൽ ഹെയറൊക്കെ കൊഴിഞ്ഞ് നമുക്ക് ബാക്ക് സൈഡിൽ എപ്പോഴും ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല, നമുക്ക് അറിയത്തില്ല ഉണ്ടെന്ന് പോലും. പക്ഷേ ഹെയർ ഫുള്ള് കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് എല്ലാ മാസവും നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകണമെന്നൊന്നും പറയത്തില്ല. വല്ലപ്പോഴെങ്കിലും പോയി ഒന്ന് സ്പായോ പ്രോട്ടീനോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡാൻഡ്രഫ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏറ്റവും നല്ലത് എല്ലാ മാസവും പോകുന്നത് ഏറ്റവും നല്ലതാണ്. ഒന്ന് ഹെയർ സ്പായോ അല്ലെങ്കിൽ ഹെയർ പ്രോട്ടീനോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്യൂട്ടി ക്ലിനിക്കിൽ പോകാം. മൂന്നാമത്തെ ഹെയറും ഒരുപാട് ലെങ്ത് കുറയ്ക്കാതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ കുട്ടിയുടെ ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അഴിച്ചിട്ടുകൊണ്ട് അടക്കുകയും ചെയ്യാൻ കെട്ടിയുമൊക്കെ ആ രീതിയിൽ. നാലാമത്തെ ഹെയറും അപ്പോൾ നമ്മൾ കുറച്ച് തിന്നായിട്ടുള്ള ഹെയർ ഉണ്ടായിരുന്നു, അതെല്ലാം കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഷോർട്ടാക്കിയിട്ടാണ് ഫേസിന് ചേരുന്ന രീതി നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അത് അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാൻ കെട്ടിയും വെക്കാം. ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഹെയറെല്ലാം നമ്മൾ 6 മാസം ആകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്തൊന്ന് കെരാറ്റിനും കൂടെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് 4 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. നല്ല കേൾസുള്ള ഹെയറാണ്, നല്ല കേൾസ്. പിന്നെ അതുപോലെ ഫ്രിസി ആയിട്ട് ഡ്രൈനെസ്സും ഉള്ള ഹെയറാണ്. അപ്പം ഒരുപാട് ലെങ്ത് കുറയ്ക്കാതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫേസിനെ ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനി 6 മാസമൊക്കെ ആകുമ്പോൾ റൂട്ട് ടച്ചും കൂടെ ചെയ്യണം. കാരണം ഡ്രൈനെസ് കൂടുതലുള്ള ഹെയർ ആയതുകൊണ്ട്. ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ട് കിട്ടി. ഇത് ഓരോ വാഷ് കഴിയും തോറും അതിന് എൻഡിന് കുറച്ചുകൂടെ കേൾസ് കൂടുതൽ കിട്ടും. കാരണം ഹെയർ കളർ ചെയ്ത ഹെയർ ആയതുകൊണ്ടാണ്, സ്ഥിരം ഹെയർ ഡൈ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രൈറ്റ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ അതിന് കേൾസ് കിട്ടും. രണ്ടാമത്തെ ഹെയർ ആദ്യം എൻ്റെ കിട്ടുമ്പം തീരെ ഷോർട്ടായിട്ടുള്ള ഹെയർ ആയിരുന്നു, തീരെ തിന്നായിട്ടുള്ള ഹെയർ. സ്കാൽപ്പൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്ന ടൈപ്പ് ഹെയർ ആയിരുന്നു. അപ്പോൾ ഈ ഹെയറിനകത്ത് നമ്മളിപ്പം ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ബേബി ഹെയർ ഒരുപാട് കിളിർത്ത് അതെല്ലാം ചുരുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ലെങ്ത് അറിയാത്തത്. കാരണം കിളിർത്ത് വന്നതെല്ലാം ചുരുണ്ടും. നമ്മൾ ആദ്യം ചെയ്യുമ്പം ഹെയറിന് ലെങ്ത് ഇല്ലാത്തത് കാരണം ഒരു 2-3 ഇഞ്ച് മാത്രമേ ഹെയറിന് ലെങ്ത് ഉണ്ടായിരുന്നുള്ളൂ, കൂടുതൽ ലെങ്ത് ഇല്ല. അതുകൊണ്ട് കിളിർത്ത് വന്നിട്ടുള്ള ഹെയർ ആ ഒരു വളവിലേക്ക് വളഞ്ഞ വന്നത്. അത് നമ്മൾ ആ നേരത്തെ ചെയ്തിരുന്ന ഹെയർ ഫുള്ള് കട്ട് ചെയ്തിട്ട് ഇപ്പം പുതിയ ഹെയറാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി 6 മാസം ആകുമ്പം റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിനോട് ചെയ്യണം. അതുപോലെ തന്നെ ഇനി ഈ ഹെയറിന് നമുക്ക് ഈ ലെങ്തിൽ തന്നെ ഈ തിക്നെസ്സോടുകൂടി നമുക്കത് വളർത്തിയെടുക്കാൻ പറ്റും. മൂന്നാമത്തെ ഹെയർ ഇത് തിന്നായിട്ടുള്ള ഹെയർ. അപ്പോൾ നമ്മൾ ഒരുപാട് ലെങ്ത് കുറയ്ക്കാതെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് 6 മാസമൊക്കെ ആകുമ്പോൾ ഒന്ന് കെരാറ്റിൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത്, കാരണം സ്കാൽപ്പിൽ നിന്ന് ഒരുപാട് ചുരുണ്ട ഹെയർ അല്ല ഇത്, കേൾസ് കുറവുള്ളതായത് കാരണം നമുക്ക് സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നതും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയുള്ള ഹെയർ ആയിരിക്കും. കാരണം കേൾസ് വരത്തില്ല, ഒരു ചെറിയ വളവേ വരത്തുള്ളൂ.
ഇത് നാലാമത്തെ ഹെയറിൻ്റെയും അപ്പോൾ എൻഡിലുള്ള ആ ഹെയർ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ കിളിർത്ത് വന്ന ഹെയർ കുറച്ച് കരുത്തായിട്ട് കിടക്കുന്ന ഹെയർ, അപ്പോൾ അതും മാത്രം നിർത്തിക്കൊണ്ടും ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒന്ന് ലെയറും ഫെദറും കട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഷോർട്ടാക്കിയിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു ഹെയറായിട്ട് കിട്ടി, നല്ല തിക്കായിട്ടുള്ള ഹെയർ കിട്ടി. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെയുള്ള ഹെയറുകളൊക്കെ നമ്മൾ ഷോർട്ടായിട്ട് കട്ട് ചെയ്തിടുന്നത് ഏറ്റവും നല്ലത്. ഷോർട്ടായിട്ട് കട്ട് ചെയ്തിടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു 6 മാസം ആകുമ്പോൾ 3 ഇഞ്ച് നിർത്തിയിട്ട് 3 ഇഞ്ച് കട്ട് ചെയ്ത് വിടാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഹെയറിന് നല്ല ലെങ്ത്തും കിട്ടും, നല്ല തിക്നെസ്സും ഉണ്ടാവും. അപ്പോൾ അഴിച്ചിടാനാണ് ഇത് കൂടുതൽ ഭംഗി. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ഷീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. സ്കിന്നിൻ്റെ ഹെയറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും അവിടെ ചെയ്യുന്നുണ്ട് ഞായറും തിങ്കളും. പിന്നെ ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.